കുടജാദ്രിയിലേക്ക് പോകുന്ന കഴിച്ച ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഒരാളെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പറ്റുമെന്നറിയില്ല, പോയി നോക്കാം. എന്തായാലും ജീപ്പിലൊക്കെ പോകുന്ന പറഞ്ഞത്. കാലാവസ്ഥ നല്ലതായിരിക്കട്ടെ. ഇപ്പൊ നല്ല വെയിലാണ്. മഴ പെയ്യോന്ന് അറിയില്ല. ഫോട്ടോഷൂട്ട് ജീപ്പ് അന്വേഷിച്ച് നടക്കുകയാണ് കുടജാദ്രിയിലേക്ക് പോകാൻ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് കഠിനമായ യാത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിവേ നമുക്ക് നോക്കാം. ശ്രീ മൂകാംബിക ടെമ്പിൾ. ഞങ്ങൾക്ക് ജീപ്പ് കിട്ടി ഗൈസ്. ഞങ്ങളത് പോകാൻ പോവാണ്. രണ്ടാള് ഫ്രണ്ട് കയറി. ഭഗവാനെ, അപ്പോ നമുക്ക് അവിടെ കുടജാദ്രി വെച്ചിട്ടാണ്. കണ്ടും മൂക്കൊന്നും കാണാനില്ലേ ഗൈസ്? ഫുൾ ഓപ്പണാ. തളർന്നുപോയി. രാത്രി എത്തിയത് പോലും ഇവിടെ വരെ വന്നിട്ട് എന്ത് ക്ഷീണാന്നറിയോ? ആദിത്യ ഇതാ കൂടുതൽ അലങ്കാരം വേണ്ട. ബലം പിടിക്കുന്ന ബലം പിടിച്ചിരിക്കുന്നത് കണ്ടല് ബലം പിടിച്ചിരിക്കും. വെള്ളം പേടിക്കാൻ കല്യാണമൊന്നും കഴിച്ചില്ലാന്ന് കഴിച്ചവരുണ്ട്, കഴിക്കാത്ത രീതിയുണ്ട്. പേടിക്കാണ്ടിരിക്കില്ല. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ സൂപ്പർ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറയേണ്ട സ്ഥലമാണ്. അങ്ങനെ ട്രക്കിംഗ് ജീപ്പ് റൈഡ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ നടന്ന് മുകളിലോട്ട് പോവാണ്. അവിടെ കൊക്കയാ. ഇവിടെ നിറച്ച് ജീപ്പുകളുണ്ട്. നമ്മൾ വന്ന ജീപ്പ് ബാക്കിൽ. ഇനി ഒരു 1 കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞ മുകളിലോട്ട്. കല്ലുമുള്ളല്ലേ 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. 3-4 എണ്ണം കാണും. 4 കിലോമീറ്റർ കാണും. അപ്പൊ എന്തായാലും പോയി നോക്കാം. ഇവിടെ ഒരു ചെറിയ ഞങ്ങളുടെ നടന്നുള്ള ട്രക്കിംഗ് തുടങ്ങി.
കാലൊക്കെ നീരുമ്പിച്ചാണ് നടന്നു വരുന്നേ. മീനുണ്ട് ഇവിടെ വലുതല്ലേ? മലയുടെ മുകളിൽ വരുന്ന വെള്ളമാണ് ഇപ്പൊ മഴയില്ലാത്തതാണ് ഇറ്റിട്ടായിട്ടാണ് വരുന്നത്. തണുത്ത നല്ല തണുപ്പുണ്ട് ഗൈസ്. അതെ ഇവിടെ നല്ല ആഴവുണ്ട്. മീമി നമ്മുടെ പിന്നാലെ വരുന്നുണ്ടടാ. ബേബി മോൾക്ക് എത്തിച്ചു. ആ ഭാഗത്താണ് അരവിന്ദന്റെ ആദ്യത്തേക്ക് ഷൂട്ട് ചെയ്തത്. അമ്മമാര് ഇവിടെ എടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ആ വെള്ളം അങ്ങ് അവർക്ക് ഇവിടെ അയ്യോ പോവാ. ഇവിടേക്ക് ഇപ്പത്തെ ഭാഗം വലിയ കൊക്കില്ല, പേടിക്ക. പതുക്കെ അവിടെയാണോ? അതും കഴിഞ്ഞു പോണം ചേച്ചി. കിട്ടി. ഞങ്ങളെല്ലാരും നനഞ്ഞ് അയ്യോ വിചാരിക്കണ പോലെയല്ല, പക്ഷെ കിട്ടില്ല. അതെ, വേറെ തൃശ്ശൂർക്കാര്. അയ്യോ പക്ഷെ കിട്ടു വ്യൂ ആണ്. കേറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അടിപൊളിയായിരുന്നു. മഴയും കൂടി പെയ്ത് പറഞ്ഞാൽ അത്രയും കിതപ്പില്ലാണ്ട് എത്താൻ പറ്റി. ഹാപ്പി. അമ്മയും ഏട്ടൻ്റെ അമ്മയൊക്കെ നല്ല മഴ നനഞ്ഞു നോക്കുന്നത്. അങ്ങനെതാ ഇതവിടെയാണ് പീഠം, ശങ്കരാചാര്യര് തപസ്സിരുന്ന സ്ഥലം. ഗൈസ് കുടജാത്രി കണ്ടു. ഞങ്ങള് മഴ നനഞ്ഞു. ഇതാ ഞങ്ങള് തിരിച്ചു പോവാണ്. ഇനി വേഗം പോയി മേക്കപ്പ് ചെയ്തിട്ട് ഫ്രഷായി ചേട്ടാ ക്ലാസ് ഇറക്കാൻ പറ്റുമോ?